ഈരാറ്റുപേട്ടയിലെ SI നാട്ടുകാരെ കേട്ടാലറയ്ക്കുന്ന അധിക്ഷേപം നടത്തുന്നുവെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അമീൻ പിട്ടയിൽ പറഞ്ഞു. ഈരാറ്റുപേട്ട നഗരസഭയിൽ വെച്ച് ന്യൂസ് അറൗണ്ട് മലയാളം റിപ്പോർട്ടറോട് പ്രതികരിക്കുകയായിരുന്നു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ അമീൻ പിട്ടയിൽ. നാട്ടിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ നാടിനെയും നാട്ടുകാരെയും ഭീഷണിപ്പെടുത്തി പിഴത്തുകയുടെ പേരിൽ പണം തട്ടാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിഴത്തുകയിലും അധികമായി തുക ആവശ്യപ്പെട്ടാണ് ഭീഷണി നടത്തുന്നത്. മുൻപിരുന്ന പോലീസുകാർക്കും ഇത് നാണക്കേടാണ്. സാധാരണക്കാരെ ആക്ഷേപിക്കുന്ന ഈ രീതി സന്തോഷ് കുമാർ അവസാനിപ്പിക്കണം. ഇവിടെ നിയമം നടപ്പിലാക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കെ SIയുടെ നടപടി ആരോടുള്ള ദേഷ്യം തീർക്കാനാണെന്ന് വ്യക്തമാക്കണം. വാഹന ചെക്കിംഗ് നടത്തുമ്പോൾ വായിൽ നിന്നും വരുന്നത് ആളുകളെ അവഹേളിക്കുന്ന സംസാരങ്ങളും മോശം വർത്തമാനങ്ങളുമാണെന്നും അമീൻ കുറ്റപ്പെടുത്തി. നമുക്കറിയാം, ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു സന്തോഷ് കുമാർ എന്ന് പറഞ്ഞ ഒരു SI, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി ഈരാറ്റുപേട്ടയിലെ ഒരു പൊതു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ട പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ മാന്യമായി ഈ നാടിനോട് കൂറും പ്രതിബദ്ധതയും ഒക്കെ കാട്ടി വളരെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത്. ആ ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിലെ മറ്റ് ഇതര പോലീസുകാരൊക്കെ വളരെ മാന്യമായി ഇവിടുത്തെ പൊതുജനങ്ങളോടും പൊതുപ്രവർത്തകരോടൊക്കെ ഇടപെടുന്ന ആളുകളാണ്. ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിനും ഒരു പൊതുവായ എന്ത് കാര്യത്തിനും ഏത് സാധാരണക്കാരനും കടന്നു ചെല്ലാവുന്ന ഒരു സർക്കാർ സ്ഥാപനവും കൂടെയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ. അപ്പം അത്തരത്തിൽ മാന്യന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരു SI. അദ്ദേഹം മറ്റ് സ്വാഭാവികമായിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത് തീർക്കേണ്ട മറ്റ് ജോലികളെക്കുറിച്ചൊന്നും യാതൊരുവിധ ചിന്തകളുമില്ലാതെ അദ്ദേഹം രാവിലെ 8 മണിക്ക് ഈ ഒരു വാഹന ചെക്കിങ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രം മനസ്സിൽ തീരുമാനിച്ച് രാവിലെ അദ്ദേഹം ഇറങ്ങുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ വാഹനങ്ങൾ ചെക്ക് ചെയ്യാനും സ്വാഭാവികമായിട്ടും ട്രാഫിക് വിഷയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വയലേഷൻ ഉള്ളവർക്കൊക്കെ പോലീസ് അന്വേഷിക്കുകയും അവർക്ക് ഫൈൻ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതെല്ലാ നാട്ടിലും നടക്കുന്ന പോലെ ഈരാറ്റുപേട്ടയിൽ നടക്കാറുണ്ട്, നടക്കുകയും വേണം. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങൾക്ക്, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു സീറ്റ് ബെൽറ്റ് ഇടാൻ എന്തെങ്കിലും മറന്നു പോവുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഹെൽമറ്റ് ഇടാൻ എന്തെങ്കിലും കാരണത്താൽ മറന്നു പോവുക, അബദ്ധം പറ്റിയ ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അവരോടൊക്കെ വലിയ ഭീമമായ തുകയാണ് 5000 രൂപ, അതുപോലെ തന്നെ 2000 രൂപ, അങ്ങനെയുള്ള വലിയ ഭീമമായ തുകയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ തുക ആവശ്യപ്പെടുന്നത് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ചെക്കിങ്ങിൽ ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറയും, സാറേ ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എന്നെ ഒന്ന് ചെറുതായിട്ട് ഫൈൻ ഒന്ന് കുറച്ച് തരണമെന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് വളരെ മോശം വർത്തമാനങ്ങളാണ്. നമുക്കൊരു ഞങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിലെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ്, അധിക്ഷേപങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഇന്നലെ ഈരാറ്റുപേട്ട നമ്മുടെ മുഹീദ്ദീൻ പള്ളിയുടെ ഭാഗത്തു നിന്നൊരു ചെക്കിങ് നടത്തുമ്പോൾ അവിടെ ഡെയിലി ചെറിയ ഒരു ഒമ്നി വാഹനത്തിൽ ചെറിയ ഒരു സെയിലിന് പോകുന്ന ഒരു പയ്യൻ, അവനിതുപോലെ വാഹനം അവിടെ തടഞ്ഞു നിർത്തുകയും അവനോട് അദ്ദേഹം 4000 രൂപ, ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അവൻ്റെ വണ്ടിയുടെ ഫിറ്റ്നസ്സൊക്കെ എല്ലാം കഴിഞ്ഞതാണ്, അവൻ്റെ കൈകളിലേക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ അത് ആ ചെറുപ്പക്കാരൻ വളരെ താഴ്മയോടുകൂടി അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ വളരെ മോശമായ രീതിക്ക് ഈ നാട്ടുകാരൊക്കെ മച്ചിപ്പശുവിനെ കൊണ്ട് കറവയെടുപ്പിക്കുന്ന ടീമാണ്, അത്തരത്തിലുള്ള രൂപത്തിലുള്ള നാടിനെ അധിക്ഷേപിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിനുശേഷം പറഞ്ഞ് നിങ്ങളൊക്കെ ചെത്തിയതിൻ്റെ ഓളമാണോ കാണിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അധിക്ഷേപങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ ജനങ്ങൾക്ക് നല്ല ഒരു അവരുടെ ജീവനും സ്വത്തിനും എല്ലാത്തിനും സംരക്ഷണം കൊടുത്ത് ഉത്തരവാദിത്തങ്ങൾ കാണിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ അവഹേളിക്കുകയും എനിക്ക് പറയാനുള്ള വളരെ മോശപ്പെട്ട രീതിക്കുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ മാന്യമല്ലാത്ത, സഭ്യമല്ലാത്ത നാക്കിനിരയായിട്ടുള്ള ആളുകൾ നിരവധിയാണ്. ഈരാറ്റുപേട്ടയിൽ ഒരുപാട് ചെറുപ്പക്കാർ, കാരണവന്മാർ, പ്രായഭേദമന്യേ ആരോടും ഇദ്ദേഹം തട്ടിക്കയറിയാണ് സംസാരിക്കുന്നത്.
വളരെ മോശമായിട്ട് അവരെ അധിക്ഷേപിക്കുക, അവരുടെ പിതാവിനെ വിളിക്കുക, മാതാവിനെ വിളിക്കുക, അതുപോലെ തന്നെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ സാർ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് അകത്തിട്ട് കൊണ്ടുപോകും എന്നുള്ള രൂപത്തിൽ എന്തോ വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകളോട് പെരുമാറുന്ന പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അതുപോലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സാറേ എൻ്റെ സ്വാഭാവികമായിട്ട് പൈസ ഇല്ല, ഞാൻ കോടതിയിലേക്ക് എനിക്ക് പേപ്പർ തരും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ പറയുന്നവരുടെ നേരെ ഇദ്ദേഹം ചാടി വണ്ടിയിൽ നിന്നും താക്കോലൂരി ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിടുക. അപ്പം അത്തരത്തിലുള്ള ഒരു പോലീസുകാരനും അത്തരത്തിൽ ചെക്കിങ്ങിൽ താക്കോലൂരി പോക്കറ്റിലിടാനൊന്നും ഒരു നിയമവും ഇവിടെ അനുശാസിക്കുന്നില്ല. അത്തരത്തിലുള്ള പ്രവണത വെച്ചു പുലർത്തുന്ന സന്തോഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ദയവ് ചെയ്ത് നിങ്ങൾ ഈ നാടിനൊരു ബാധ്യതയായി മാറരുത്. ഉള്ള പോലീസുകാരുടെയും കൂടെ ഒരു മാന്യമായ പ്രവർത്തനം നടത്തുന്നവരുടെ വില താങ്കളായിട്ട് നശിപ്പിക്കരുതെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് മേലുദ്യോഗസ്ഥരോട്, പ്രത്യേകിച്ച് കോട്ടയം SP, DYSP അടക്കമുള്ള ആളുകൾക്ക് ഞാൻ ഇന്ന് വളരെ കാര്യമായിട്ട് അന്വേഷിച്ചപ്പോൾ വളരെ വിപുലമായ രീതിയിലുള്ള പരാതി ഇദ്ദേഹത്തെക്കുറിച്ച് SP-ക്കും അതുപോലെ തന്നെ DYSP-ക്കൊക്കെ മുൻപേ ഇവിടുന്ന് പലരും പോയിട്ടുണ്ട്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഇമേജാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ട് ഈരാറ്റുപേട്ടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷനുമായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ വളരെ പേഴ്സണലായിട്ട് അന്വേഷിച്ചോളുക. ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു അഭിപ്രായമുള്ള ഒരു പോലീസുകാരനും ഇന്ന് ഈരാറ്റുപേട്ട സ്റ്റേഷനിലില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പോലീസുകാരൻ ഇവിടെ മാന്യമായ പെരുമാറ്റങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയൊക്കെ നിർത്തി ഈ നാട്ടിലെ സാധാരണക്കാരുടെ തലയിൽ നിങ്ങൾ കയറരുത്. ഈ പരിപാടി നിർത്തുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രദേശം വിട്ടു പോകുക എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, ഈരാറ്റുപേട്ട.